വെൽക്കം ബാക്ക് ടു ജെയിം അക്കാദമി. OET റീഡിംഗ് ആൻഡ് ലിസണിംഗ് പലതവണ എക്സാം എഴുതിയിട്ടും സെയിം സ്കോറിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ റീഡിംഗ് പാർട്ട് സിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പലപ്പോഴും ഓപ്ഷൻസ് എല്ലാം പാരഗ്രാഫിൽ ഉള്ളതുപോലെയും ഇതൊന്നും പാരഗ്രാഫിൽ ഇല്ലാത്തതുപോലെയും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലെ, റീഡിങ്ങിന്റെ പാർട്ട് സിയിലൊക്കെ എസ്പെഷ്യലി. സോ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ദ റൈറ്റർ എക്സ്പ്രസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റൈറ്റർ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഒരിക്കലും റൈറ്ററിന്റെ ഒപ്പീനിയൻ അല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യൂ പോയിന്റ് അല്ല, റൈറ്ററിന്റെ അഭിപ്രായമല്ല, റൈറ്റർ എന്താ പറയുന്നതെന്നല്ല, പാരഗ്രാഫിൽ എന്ത് ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നതെന്നൊന്നുമല്ല. ഇവിടെ റൈറ്റർ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ്, എങ്ങനെയാണ് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനിലാണെങ്കിലും ഫ്രസ്ട്രേഷൻ, ഹോപ്പ്, ഡിസയർ എന്ന് തുടങ്ങിയ റൈറ്ററിന്റെ ഇമോഷണൽ ആസ്പെക്ട് കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാളുടെ ഇമോഷൻ നമുക്ക് ഒരിക്കലും ഒരാൾ എപ്പോഴും പറയണം എന്നില്ല അല്ലേ. സോ റൈറ്റർ പാരഗ്രാഫിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഇമോഷൻസ് മനസ്സിലാക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു പാരഗ്രാഫിൽ റൈറ്റർ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഹാവ് ബീൻ ഇംപ്രസീവ്, അതുപോലെ തന്നെ ഫോർച്ചുനേറ്റ്ലി, ഓക്കെ, വിൽ ലൈക്ലി സ്റ്റാർട്ട് സൂൺ, ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ, ഒരു ഹോപ്പിനെയൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു ഇമോഷനാണ് നമുക്ക് ഈ യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകൾ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരിക്കലും ഫ്രസ്ട്രേഷൻ എന്നോ ഹോപ്പ് എന്നോ ഡയറക്റ്റ്ലി അവിടെ കൊടുക്കണം എന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് ഒരാളുടെ ഇമോഷൻ ഒരു പാരഗ്രാഫിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്കില്ലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നൗ ഇതേപോലെ ആയിരിക്കില്ല വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് ദ വേർഡ് ഒഫീഷ്യലി ഇൻ ദ തേർഡ് പാരഗ്രാഫ് സജസ്റ്റ് ദാറ്റ് ദ റൈറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻവേർട്ടഡ് കോമയിൽ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വൊക്കാബുലറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് ദ വേർഡ്സ് എ ഫാർ ക്രൈ ഫ്രം ആർ യൂസ് ടു സ്ട്രെസ് ദ ഐഡിയ ദാറ്റ് കമ്പയർഡ് ടു ദ പാസ്റ്റ് ഡയറ്ററി അഡ്വൈസ് ഇസ് നൗ. ഓക്കെ, സോ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ കാണുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷേ രണ്ടിൻ്റെയും ആൻസർ ചെയ്യുന്ന സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. അത് ആ ഓപ്ഷനിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഫാർ ക്രൈ ഫ്രം എന്നൊരു വാക്കിൻ്റെ മീനിങ് ആണ് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്നൊരു മീനിങ് ആണ് ഫാർ ക്രൈ ഫ്രമിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ മീനിങ് എന്താണോ അതുകൊണ്ട് നമുക്ക് സി ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പാരഗ്രാഫ് വായിക്കാതെ തന്നെ. സോ ഒരിക്കലും ഫാർ ക്രൈ ഫ്രം എന്ന വാക്കിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ് എന്ന് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ഒരിക്കലും അങ്ങനെ കൊടുക്കാറില്ല. ഓക്കെ, എന്നാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒഫീഷ്യലി എന്ന വാക്കിൻ്റെ മീനിങ് അല്ല ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. സജസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് തന്നിട്ട് സജസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ പാരഗ്രാഫിൽ പോയി ഐഡൻറ്റിഫൈ ചെയ്തെടുത്തേ പറ്റുള്ളൂ. ഓക്കെ, സോ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരേപോലെ തോന്നും, പക്ഷേ രണ്ടും അപ്രോച്ച് ചെയ്യേണ്ട രീതി ഡിഫറെൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ വാട്ട് ഈസ് ഡോക്ടർ വെന്റ്നർ ഡൂയിങ് ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് എന്നാണ് ചോദ്യം. സോ ഡൂയിങ് എന്ന് വെച്ചാൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വെന്റ്നർ എന്താ പറയുന്നതെന്നല്ല എഗൈൻ. ഓക്കെ, സോ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുകിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനോട് പറയാണ്, പേഷ്യൻ്റ് കുറേ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പറയാണ് ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, സോ നേഴ്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു, ഡോണ്ട് വറി. നൗ നേഴ്സ് പറയുന്നത് ഇതാണ്, എന്ത്, ഇറ്റ്സ് ഓക്കെ, വി ആർ ഹിയർ ഫോർ യു, ഡോണ്ട് വറി എന്നുള്ളത്. അപ്പോൾ നേഴ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നേഴ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? നേഴ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേഴ്സ് പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യാണ്. പക്ഷേ നേഴ്സ് പറയുന്ന സമയത്ത് ഒരിക്കലും ഞാൻ റീഅഷ്യൂർ ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടില്ല. നേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് നേഴ്സ് റീഅഷ്യൂർ ചെയ്യുകയാണ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് വെന്നർ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് കാര്യമില്ല, പറയുന്നത് വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി അഗെയിൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് ദ റൈറ്റർ മേക്സ് എ കേസ് ഫോർ. ഇങ്ങനെ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാൻ പറ്റില്ല. ഒരു കേസ് മേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയായിരിക്കും ആ പാരഗ്രാഫിൽ കൊടുക്കുക. സോ ഒരു കാര്യത്തിൽ കേസ് മേക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ, എന്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം, ആ ഒരു സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, എങ്ങനെയാണ് ആ പാരഗ്രാഫിൽ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, അറ്റ് ദ സെയിം ടൈം ഇത് എങ്ങനെയാണ് ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അഗെയിൻ നോക്കാം. ദ റൈറ്റർ മെൻഷൻസ് എക്സ്റേ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ടു ഹെൽപ്പ് എക്സ്പ്ലെയിൻ വൈ.
അഗൈൻ പാരഗ്രാഫിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നല്ല ചോദ്യം. എക്സ്റേനെ കുറിച്ച് റൈറ്റർ സെക്കൻഡ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദ്യം. അപ്പോൾ എക്സ്റേനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല. സോ ഇവിടെ പർപ്പസ് ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. പർപ്പസ് എന്ന വാക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് ആ പർപ്പസ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി നമ്മൾ ആ പാരഗ്രാഫിൽ യൂസ് ചെയ്താലേ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. What does the word that in the third paragraph refer to? അപ്പോൾ ദാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ ആണെന്ന് മനസ്സിലാക്കി റെഫർ എന്ന വാക്കിന്റെ അർത്ഥം പകരം എന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റിന്റെ ആൻസർ എപ്പോഴും മുമ്പിലാണോ, ദാറ്റിന്റെ മുമ്പിലാണോ അല്ലെങ്കിൽ അതിന് ശേഷമാണോ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഫറൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി എഗെയിൻ ഉണ്ട്. ആ പാരഗ്രാഫിൽ എന്ത് പറയുന്നു എന്നല്ല ഇവിടെ നോക്കേണ്ടത്, ഈ ദാറ്റ് എന്തിന് പകരമാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നോക്കേണ്ടത്. സോ ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നത് വേറൊന്നും കൊണ്ടല്ല, പലരും റിപ്പീറ്റഡ് ആയിട്ട് റീഡിംഗ് ആൻഡ് ലിസണിങ് എഴുതുന്ന സ്റ്റുഡൻസ് എസ്പെഷ്യലി സി പാർട്ടിലൊക്കെ എല്ലാ ക്വസ്റ്റ്യനെയും ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സെയിം വീണ്ടും വീണ്ടും എക്സാം എഴുതിയിട്ടും അതേ സ്കോറിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, പലരും ചോദിക്കാറുണ്ട് എന്നോട് എന്തുകൊണ്ടാണ് എനിക്ക് പാസ്സാവാൻ പറ്റാത്തത്, ഞാൻ 340 330 വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് വേണമെങ്കിൽ കറക്കി കുത്തി കുറേ ആൻസേഴ്സ് എടുത്ത് ലക്കിലി നമുക്ക് എന്ത് ചെയ്യാം, B ഗ്രേഡ് വാങ്ങാം. പക്ഷേ കറക്റ്റായിട്ടുള്ള ഈ എസ്പെഷ്യലി പാസ്സാവാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പാരഗ്രാഫ് വായിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെയാണ് ആ പാരഗ്രാഫിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യാതെ നമുക്ക് കറക്റ്റ് ആൻസർ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് യെസ് ഇതാണ് എൻ്റെ ആൻസർ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് 100% ഷുവർ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കോൺഫിഡൻസ് മാറും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷുവർ ആണ്, ഓക്കെ ഇത്ര ആൻസേഴ്സ് എൻ്റെ റോങ് ആയിട്ടില്ല, കറക്റ്റാണ് ഞാൻ ചെയ്യുന്നത്, കറക്റ്റ് ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യാത്തപ്പം എല്ലാ ഓപ്ഷനും കറക്റ്റായിട്ടും എല്ലാ ഓപ്ഷനും ഒന്നും ഈ പാരഗ്രാഫിൽ ഇല്ലാത്തതായിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ സി പാർട്ടിൽ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സെയിം അല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനെ എല്ലാം നമുക്ക് പോയിട്ട് എ ഓപ്ഷൻ പാരഗ്രാഫിൽ ഉണ്ടോ ബി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. അതൊരു ഫാക്റ്റാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ആൻസേഴ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കോൺഫിഡൻസും ഇല്ലാതായിരിക്കും ആ ഒരു ആൻസർ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ആൻസർ ചൂസ് ചെയ്യുമ്പം അത് ആൻസർ ആണെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പും കാണില്ല. ജസ്റ്റ് വെറുതെ ചൂസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ടായിരിക്കും നിങ്ങൾ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഒരേ സ്കോറിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര തവണ എഴുതിയിട്ടും അതേ സ്കോറിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എല്ലാ ഓപ്ഷനും ഒരേപോലെ കറക്റ്റ് ആണല്ലോ എന്നൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ഇതൊന്നും പാരഗ്രാഫിൽ ഇല്ലല്ലോ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ടൈപ്പും ആ സ്കില്ലും അതുപോലെ തന്നെ പാരഗ്രാഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിന് വരുന്നതെന്നുള്ളത്, ഇതേ രീതിയിലാണ് കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ ഓപ്ഷനോ ഇതേ പാരഗ്രാഫോ അതേ ലാംഗ്വേജോ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് ഒരു പാരഗ്രാഫ് വായിക്കേണ്ടത് എങ്ങനെയാണ്, അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 1-2 ക്ലാസ് തിയറി ബേസിസിൽ നിങ്ങൾ കേട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രയോജനം ഉണ്ടാകില്ല. കേട്ട് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിലാണ് റീഡിംഗ് ആൻഡ് ലിസണിങ്ങിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. സോ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിന് ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്കിൽസ് കോഴ്സ് ഇതേ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻ്റെ സ്ട്രാറ്റജീസ് പറഞ്ഞ് ഞാൻ തന്നെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് JM Academy. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.